അപ്പോൾ ഇനി എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും തൊട്ട് കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ് എത്രയാണെന്ന്. കട്ട് ഓഫ് ഞാൻ യുആറിന്റെ കട്ട് ഓഫ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാങ്കിങ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു കുട്ടിയുടെയും മൈൻഡിലുള്ള രണ്ടാൾക്കാരാണ് IBPS POയും SBA POയും അല്ലേ. നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്ന രണ്ട് എക്സാംസ് ആണ്. അപ്പോൾ IBPS POന്റെയും SBA POന്റെയും ഫുൾ ഡീറ്റെയിൽസ്, എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട്, സാലറി എത്രയാണ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, വേക്കൻസി എത്രയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് മാറിയ എക്സാം പാറ്റേണെ കുറിച്ച് ഭയമുണ്ടോ? പേടിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ എൻട്രി ആപ്പില് അസ്ട്ര ഫോർ ബാങ്ക് എക്സാംസ് എന്ന് പറയുന്ന ഒരു പുതിയ കോഴ്സ് ഉണ്ട്. അതിലെല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള മാറിയ എക്സാം പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫുള്ള് ആ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ആ കോഴ്സിനെ കുറിച്ച് അറിയാനെല്ലാം താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പർ ഉണ്ടല്ലോ 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് SBA POന്റെ കാര്യം ആദ്യമായിട്ട് നമുക്ക് നോക്കാം. SBA POന്റെ സാലറി നമുക്ക് ബേസിക് ആയിട്ട് 48,450 ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഏകദേശം ഇൻ ഹാൻഡ് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലാണെങ്കിൽ 85,000 രൂപ കിട്ടും. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് അലവൻസുകൾ കാര്യങ്ങളുണ്ട്. ഹൗസ് റെന്റ് അലവൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, പെട്രോൾ അലവൻസ് ഉണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഹൗസിംഗ് ലോൺ, വെഹിക്കിൾ ലോൺ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ അതേ അലവൻസ് തന്നെ നിങ്ങൾക്ക് IBPS POയിലും ലഭിക്കുന്നതാണ്. 85,000 രൂപയുടെ അടുത്ത് സാലറി നിങ്ങൾക്ക് ഇൻ ഹാൻഡ് ലഭിക്കും. ഇറ്റ്സ് എ ഹ്യൂജ് സാലറി അല്ലേ, വലിയ ഒരു സാലറിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. വേക്കൻസീസ് ഇതാ 541 വേക്കൻസി, 541 വേക്കൻസീസ് ആണ് നിങ്ങൾക്കുള്ളത്. വേക്കൻസീസ് കുറവാണോ? പേടിക്കേണ്ട, ഇപ്പൊ തന്നെ ഒരു റിക്രൂട്ട്മെന്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ അല്ലേ. അതിൽ കിട്ടിയ ആൾക്കാർ ഇനി ഇവിടെ വരുമോ? ഇല്ല. അപ്പൊ വേക്കൻസീസ് കുറവൊന്നുമല്ല. അപ്പൊ SBA ക്ലർക്കും ഓൾറെഡി SBA POയും ഓൾറെഡി ആൾക്കാർ ജോലിക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അവരുടെ കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ടാവോ? നിങ്ങൾക്ക് ഇല്ല. അതുകൊണ്ട് വേക്കൻസിനെ കുറിച്ചൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദെൻ നമുക്ക് എക്സാം പാറ്റേൺ മാറിയെന്ന് ഞാൻ പറഞ്ഞു. എക്സാം പാറ്റേൺ മാറിയെന്നും നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെ എക്സാം പാറ്റേണിൽ ചേഞ്ച്. ഇത് ഓൾറെഡി SBA PO ലാസ്റ്റ് നടന്ന എക്സാമിൽ ഓൾറെഡി പാറ്റേൺ ചേഞ്ച് നടന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിന് 40 ക്വസ്റ്റ്യൻ ആക്കിയിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 30 ക്വസ്റ്റ്യൻ, റീസണിങ്ങിന് 30 ക്വസ്റ്റ്യൻ, ടോട്ടൽ 100 ക്വസ്റ്റ്യൻ. ടോട്ടൽ മാർക്ക് വരുന്നത് 100ലാണ്. ഇൻഡിവിജ്വൽ ടൈം എല്ലാത്തിനും 20 മിനിറ്റ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിന്റെ എന്ത് ചെയ്തു? നമ്മൾ കൂട്ടിയിട്ടുണ്ട്. 30 ക്വസ്റ്റ്യൻ ആയിരുന്നു, ബാക്കിയുള്ളത് 35 എന്നുള്ളത് 40 ആക്കിയിട്ടുണ്ട്. സെക്ഷണൽ കട്ട് ഓഫ് ഒന്നുമില്ല. പ്രിലിമിനറി എക്സാമിനേഷൻ നമുക്ക് സെക്ഷണൽ കട്ട് ഓഫോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത് SBA POന്റെ പ്രിലിംസിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ. മെയിൻസിലേക്ക് വരുമ്പോഴോ 2 എക്സാമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. മെയിൻസിലേക്ക് വരാണെങ്കിൽ റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് 40 ക്വസ്റ്റ്യൻ ആണ്, 60 മാർക്ക്, 50 മിനിറ്റ് സമയം. ഇനി ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ QA 30, 60 മാർക്ക്, 45 മിനിറ്റ് സമയം. GA ജനറൽ അവയർനെസ് 60 മാർക്ക്, 60 ക്വസ്റ്റ്യൻ, 45 മിനിറ്റ് സമയം. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻ, 20 മാർക്ക്. അവിടെ എന്ത് ചെയ്തു? മാർക്ക് കുറച്ചിട്ടുണ്ട്, 40 മിനിറ്റ്. ടോട്ടൽ 170 ക്വസ്റ്റ്യൻ, 200 മാർക്ക്, 3 മണിക്കൂറാണ് സമയം. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ട്. ഓൾറെഡി നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇമെയിൽസ്, റിപ്പോർട്ട്സ്, സിറ്റുവേഷൻ അനാലിസിസ് ആൻഡ് പ്രിസൈസ് റൈറ്റിംഗ് 3 ക്വസ്റ്റ്യൻസ്, 50 മാർക്ക്, 30 മിനിറ്റ്. ടോട്ടൽ 250ലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് വളരെ അധികം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഡിസ്ക്രിപ്റ്റീവും അതേപോലെ തന്നെ മെയിൻസിന്റെ കാര്യങ്ങളും. മെയിൻസിന്റെ മാർക്കാണ് നമുക്ക് ജോലിയിലേക്ക്, റാങ്കിലേക്ക് നമ്മളെ എത്തിക്കുക. അതെല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. അത് കൂടാതെ നമുക്ക് ഇവിടെ സെക്ഷണൽ കട്ട് ഓഫ് കാര്യങ്ങളുണ്ട്. നമുക്ക് എന്താണ് ഒരു ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ വിച്ച് എ റോങ് ആൻസർ ഹാസ് ബീൻ ഗിവൺ ബൈ ദ കാൻഡിഡേറ്റ് 1/4 മാർക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അത് കൂടാതെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്. സൈക്കോമെട്രിക് ടെസ്റ്റിന്റെ ബാങ്ക് വിൽ കണ്ടക്ട് എ സൈക്കോമെട്രിക് ടെസ്റ്റ് ഓർ പേഴ്സണാലിറ്റി പ്രൊഫൈലിംഗ് ദോസ് കാൻഡിഡേറ്റ് ഹു വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ phase 3 ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർ കേട്ടോ. ഫൈൻഡിങ്സ് ഓഫ് ദ ടെസ്റ്റ് മേ ബി പ്ലേസ്ഡ് ബിഫോർ ദി ഇന്റർവ്യൂ പാനൽ ഫോർ ഹാവിംഗ് എ ത്രൂ പെർസ്പെക്റ്റീവ് ഓൺ ദി കാൻഡിഡേറ്റ്സ്. ഈ സൈക്കോമെട്രിക് ടെസ്റ്റിൽ നിങ്ങളുടെ റിപ്പോർട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ മുന്നിലേക്ക് എത്തും. ഓക്കെ, അതിനാണ് അത് നടത്തുന്നത്. അടുത്തത് നമുക്ക് ഗ്രൂപ്പ് എക്സസൈസ് ഉണ്ട്. 3ാമത്തെ ഫേസിൽ ഇന്റർവ്യൂവിൽ 20 മാർക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്, GD എന്ന് പറയും. ഇന്റർവ്യൂവിന് 30, ടോട്ടൽ 50. അപ്പൊ നമ്മൾ ഓൾറെഡി നേരത്തെ എത്ര മാർക്ക് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? 250 ആണ്, ഡിസ്ക്രിപ്റ്റീവ് എല്ലാം അടക്കം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്ന അവരൊരു കാൽക്കുലേഷൻ ചെയ്യും. എന്താണ്? ഫൈനൽ സെലക്ഷന് വേണ്ടിയിട്ട്
250 മാർക്കിനെ 75 മാറ്റും, 50നെ 25 മാറ്റും. എന്നിട്ട് 100ലാണ് കട്ട് ഓഫ് ഇടാം. അപ്പൊ ക്ലിയർ അല്ലേ? എക്സാം പാറ്റേൺ എല്ലാവർക്കും ക്ലിയർ ആണ്. മാറിയ എക്സാം പാറ്റേണിലാണ് ഈ വട്ടവും എന്ത് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ വട്ടം ഓൾറെഡി എക്സാം പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വട്ടവും ആ പാറ്റേണിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുക. അപ്പൊ ഇനി എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, തൊട്ട് കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ് എത്രയാണെന്ന്. കട്ട് ഓഫ് ഞാൻ യുആറിന്റെ കട്ട് ഓഫ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 61.75 ആണ്. പ്രിലിംസിന്റെ കട്ട് ഓഫ് ആണ് 100. അപ്പൊ നമ്മൾ വേക്കൻസി കാര്യങ്ങളൊന്നും പേടിക്കണ്ട. കട്ട് ഓഫ് കണ്ടില്ലേ 61.75. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ള കാറ്റഗറി ആൾക്കാർക്ക് എല്ലാം കട്ട് ഓഫ് അതിന് താഴെയാണ് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് മെയിൻസിന്റെ കട്ട് ഓഫിലേക്ക് പോവാം. മെയിൻസിന്റെ കട്ട് ഓഫ് 250 യുആറിന് വരുന്നത് 87.5 ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ ക്വസ്റ്റിനും ചെയ്യാൻ പറ്റുമോ? അവിടെ ഒരിക്കലും ഇല്ല. 87.5 ആണ് കട്ട് ഓഫ് വരുന്നത്. ക്ലിയർ? ജനറൽ അവയർനെസ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. ഇനി എല്ലാം കൂടി ഇന്റർവ്യൂവും ഗ്രൂപ്പ് എക്സസൈസും എല്ലാം കഴിഞ്ഞ് 100 വരുന്ന കട്ട് ഓഫ് യുആറിന് എത്രയാണ്? 46.24 ആണ്. ബാക്കിയുള്ള കാറ്റഗറി ആൾക്കാർക്ക് എല്ലാം നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് SBA POന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, SBA POന്റെ സാലറി കാര്യങ്ങൾ നമ്മൾ നോക്കി, അവർക്ക് കിട്ടുന്ന ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നമ്മൾ IBPS POയിലേക്ക് പോവുകയാണെങ്കിൽ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. SBA PO ഓൾറെഡി തന്നെ നമുക്ക് ഇതിന് മുന്നത്തെ എക്സാം നടന്നത് ഈ പാറ്റേണിലാണ്. പക്ഷെ IBPS POന്റെ പാറ്റേൺ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. വേക്കൻസീസ് എത്രയാ? 5208 വേക്കൻസീസ് ഉണ്ട്. പേടിക്കേണ്ട, നല്ല ഇൻക്രീസ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ നോക്കിയേ, IBPS PO വേക്കൻസീസ് ട്രെൻഡ് ആണ്. 2021 4135 ആയിരുന്നു. ഫൈനൽ വേക്കൻസി എത്രയായി? 5809. 2022 4432, അത് 7402 ആയി. 2023 അത് എത്രയാ? 3409 ആണ്. അവസാനമായപ്പോഴേക്കും എത്രയായി? നമുക്ക് 5532. 2024 4455 ആണ്. അത് എത്രയായി? 6344. നിങ്ങൾ നോക്കിയേ, 2000-ഓളം വേക്കൻസീസ് ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെയും എന്തായാലും ഇത് തന്നെ ആയിരിക്കില്ല വേക്കൻസീസിൽ എന്ത് ചെയ്യും? മാറ്റം ഉണ്ടാവും. എന്തായാലും എന്ത് ചെയ്യും? വേക്കൻസി എന്തായാലും കൂടും. നമുക്ക് വേണമെങ്കിൽ 7000 വേക്കൻസി വരെ എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. കാരണം ഓൾറെഡി നമുക്ക് ഇപ്പൊ തന്നെ ന്യൂസ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ന്യൂസ് ചാനലിലൊക്കെ റിപ്പോർട്ട് 50,000-ലേറെ വേക്കൻസിയാണ് വരാൻ പോകുന്നത്. നാഷണലൈസ്ഡ് ബാങ്കിൽ. അപ്പൊ വേക്കൻസീസ് കാര്യങ്ങളിലൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇനി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള് സാലറി. ഞാൻ നേരത്തെ പറഞ്ഞ SBA POന്റെ അടുത്ത് തന്നെ കിടപിടിക്കും. 80,000 രൂപ 85,000 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് സാലറി കാര്യങ്ങൾ കിട്ടും. കൂടാതെ നേരത്തെ അവിടെ പറഞ്ഞ അലവൻസുകളെല്ലാം ഇവിടെ കിട്ടും. അലവൻസുകൾ എന്താണെന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. അതുകൊണ്ട് അത് വീണ്ടും ഞാൻ എടുത്ത് പറയുന്നില്ല. അലവൻസുകളെല്ലാം ഇതിന് ഇൻക്ലൂഡഡ് ആണ്. അത് കൂടാതെ ഇനി മാറിയ എക്സാം പാറ്റേൺ എന്താണ് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഇവിടെ എന്താണ് ഈ കിടക്കുന്ന ആൾക്കാരിൽ ഒരു മാറ്റവും ഇല്ല അല്ലേ? ഒറ്റയടിക്ക് നോക്കി, ഇങ്ങോട്ട് നോക്കണ്ട. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 ക്വസ്റ്റ്യൻ ആയിരുന്നു. റീസണിങ് 35 ക്വസ്റ്റ്യൻ ആയിരുന്നു. മാറിയിട്ടില്ലല്ലോ. 100 മാർക്ക് 100 ക്വസ്റ്റ്യൻ. ഇൻഡിവിജ്വൽ ടൈമിംഗ് 20 മിനിറ്റ്. പിന്നെ എന്താണ് ഇവര് പറയുന്നത്? പ്രിലിംസിന്റെ എക്സാം പാറ്റേണിൽ മാറ്റം നടന്നു എന്ന്. നോക്കിയേ, ഇംഗ്ലീഷിന് 30 മാർക്കാ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 5 മാർക്ക് കുറച്ചു. 35 ക്വസ്റ്റ്യൻ ഉണ്ട്, 30 മാർക്ക്. റീസണിങ് 35 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് എത്ര മാർക്കായി മാറ്റി? 40 മാർക്കായി മാറ്റി. പക്ഷെ സമയം കൂടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ മാർക്കിലാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും എന്തിനാണ് റീസണിങ്ങിന്റെ മാർക്കിൽ ചെറിയൊരു വേരിയേഷൻ ഇവിടെ പ്രിലിംസിന് സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മെയിൻസിലേക്ക് വരുമ്പോൾ ഇതിലെല്ലാത്തിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, റീസണിങ് 40, മാക്സിമം മാർക്ക് 60 ആണ്. 50 മിനിറ്റ് സമയം. 35 ക്വസ്റ്റ്യൻ ആണ്. ജനറൽ എക്കണോമി ഇവിടെ വായിച്ചു നോക്കിയേ. ജനറൽ എക്കണോമി, ബാങ്കിങ് അവയർനെസ്, ഡിജിറ്റൽ ഫിനാൻഷ്യൽ അവയർനെസ് ഇൻക്ലൂഡിങ് RBA സർക്കുലേഴ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ജനറൽ അവയർനെസ്സിൽ പഠിക്കണം. ഏകദേശം ഒരു 8 മാസത്തേക്ക് നമ്മൾ പ്രിപ്പറേഷൻ നടത്തണം. കറണ്ട് അഫേഴ്സ് 6 മാസത്തേക്ക് മാറി ഇപ്പൊ 8 മാസത്തേക്ക് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. 35 ക്വസ്റ്റ്യൻ ആണ്, 50 മാർക്കാണ്, 25 മിനിറ്റ് ആണ് ഇൻഡിവിജ്വൽ ടൈമിങ്ങിലെ. ഇംഗ്ലീഷ് ലാംഗ്വേജ് 35 ക്വസ്റ്റ്യൻ 40 മാർക്ക്, 40 മിനിറ്റ് ആണ് ഇൻഡിവിജ്വൽ ടൈമിങ്ങിലെ. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ 35 ക്വസ്റ്റ്യൻ 50 മാർക്ക്, 45 മിനിറ്റ് ആണ് ടൈം വരുന്നത്. ടോട്ടൽ നമുക്ക് വരുന്ന 145 ക്വസ്റ്റ്യൻ ആണ്, 200-ലാണ്, 160 മിനിറ്റ് ആണ് ടോട്ടൽ ടൈം വരിക. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എസ്സേ ആൻഡ് കോംപ്രഹെൻഷൻ ആണ്. 2 ക്വസ്റ്റ്യൻ 25 മാർക്ക്, അതിന് 30 മിനിറ്റ് ആണ് സമയം തരുന്നത്.
ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അടക്കമുണ്ട്. മെയിൻസിൻ്റെ മാർക്ക് ഡിസ്ക്രിപ്റ്റീവിൻ്റെ മാർക്കും കൂടി നോക്കിയിട്ടാണ് നമുക്ക് റാങ്ക് മേക്ക് ചെയ്യുക. ഇനി ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ മേ ബി ഇവാലുവേറ്റഡ് ബൈ ആൻ ഓതറേറ്റഡ് സ്കോറിംഗ് മെക്കാനിസം, ഓൺലൈൻ ആണെന്നുള്ളതാണ്. പിന്നെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട് നമുക്ക്. അത് കൂടാതെ അതിനുശേഷം എന്തുണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ഇതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ കട്ട് ഓഫ് കാര്യങ്ങളെല്ലാം ഇടാം. ഓക്കെ, അപ്പോൾ പ്രിലിംസ്, മെയിൻസ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതിനുശേഷം നമുക്ക് ഡിസ്ക്രിപ്റ്റീവ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇന്റർവ്യൂ. കട്ട് ഓഫ് ജസ്റ്റ് ഒന്ന് നോക്കാം. 2024 ജനറൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസിന്റെ 48.5 ആയിരുന്നു. അത് ഇനി കുറയാം. കാരണം എന്താ, വേക്കൻസികൾ ഇപ്പോൾ വേക്കൻസി കൂടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോവാം. ഇതാ നോക്കിയേ, 2024 4455 വേക്കൻസി ഉള്ളൂ. ഇത് എത്ര, 5208 അപ്പൊ വേക്കൻസി കൂടി കഴിഞ്ഞാൽ അത് കട്ട് ഓഫിനെ ബാധിക്കും. കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയാണ്. വേക്കൻസി കൂടി കട്ട് ഓഫ് കുറയും, അതിലൊന്നും പ്രശ്നമില്ല. വേക്കൻസിനെയും എക്സാമിനെയും ആണ് കട്ട് ഓഫ് ഡിപ്പെൻഡ് ചെയ്യുക പ്രധാനമായിട്ടും. ബാക്കിയുള്ള ആൾക്കാരുടെ കട്ട് ഓഫുകളെല്ലാം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. OBC നോൺ ക്രീമിയറിന്റെ കട്ട് ഓഫും EWSന്റെ കട്ട് ഓഫും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, സെയിം തന്നെയായിരുന്നു. ബാക്കിയുള്ളതിലൊക്കെ ചെറിയ ചേഞ്ചസ് ഉണ്ട്. ഇനി 225 അത് അന്നത്തെ കാറ്റഗറി അനുസരിച്ച് 225 കേട്ടോ. ഇപ്പം ഉള്ളത് നമുക്ക് 200 മാറിയിട്ടുണ്ട്. 225 തന്നെയാണ് ടോട്ടൽ, എല്ലാം അടക്കമാണ് കേട്ടോ. 225 തന്നെ. അതിൽ പാറ്റേണിൽ എത്ര വന്നിട്ടുണ്ട് നമുക്ക്, 225 കാറ്റഗറി വൈസ് 66.5 ആണ് നമുക്ക് വരുന്നത് കട്ട് ഓഫ്. ബാക്കിയുള്ള കട്ട് ഓഫുകൾ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കഴിഞ്ഞ് മെയിൻസ് പ്ലസ് ഇന്റർവ്യൂ ഔട്ട് ഓഫ് 100 ജനറലിന്റെ കട്ട് ഓഫ് 42.69 ആണ് ജോലി കിട്ടിയിട്ടുള്ളവർക്ക്, ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ളവർക്ക്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് IBPS POന്റെ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എക്സാം പാറ്റേൺ മാറി പാസ്സാകാൻ മാറണം പഠന രീതി. യെസ്, IBPS POക്കും SBA POക്കും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ സ്പെഷ്യൽ ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് കോച്ചിങ്, പ്രിലിംസിനുള്ള കോച്ചിങ്, മെയിൻസിനുള്ള കോച്ചിങ്, അത് കൂടാതെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിനുള്ള കോച്ചിങ്, അതേപോലെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനുള്ള കോച്ചിങ്, ദെൻ ഇന്റർവ്യൂ കോച്ചിങ്, എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ബാച്ചാണ് നമ്മളുടെ IBPS PO SBA PO ബാച്ച് എന്ന് പറയുന്നത്. ക്ലിയർ? അത് കൂടാതെ നമുക്ക് നമ്മളുടെ ബാങ്കിങ് എക്സാമുകൾക്കുള്ള ബാച്ചുകൾ അവൈലബിൾ ആണ്. അതിലെല്ലാം കൂടാതെ പിന്നെ നമുക്ക് ഇപ്പോൾ ബാങ്ക് എക്സാംസും SSC എക്സാംസും എഴുതാൻ റെഡി ആയിട്ട് ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. 24 മണിക്കൂറും കോച്ചിങ്ങിന് വേണ്ടി മാറ്റിവെച്ച്, പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്, ബാങ്ക് SSC എക്സാംസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ച്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ടൈം മറ്റുള്ളവരെക്കാൾ കൂടുതൽ, വർക്കിംഗ് പ്രൊഫഷണൽസിനേക്കാൾ കൂടുതൽ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇരുന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 24 മണിക്കൂറിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് സ്റ്റഡി പ്ലാൻ യൂസ് ചെയ്തിട്ടുള്ള വർക്കുകൾ, നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടാവും. അതുകൂടാതെ അതുകൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ വർക്കുകൾ കാര്യങ്ങൾ, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ, ഡെയിലി ക്വിസുകൾ, റിസൾട്ട് കിട്ടാനായിട്ട് മിനിമം ടൈമിനുള്ളിൽ റിസൾട്ട് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ബാച്ചാണ്. അതിനെക്കുറിച്ച് അറിയണമെങ്കിലും ബാച്ചുകളെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നമ്മളുടെ ഈ നമ്പർ ഉണ്ടല്ലോ 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഈ നമ്പറിലേക്ക്. അതുകൂടാതെ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നൈറ്റ് ബാച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് നൈറ്റ് ക്ലാസ്സുകൾ വെച്ചിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ബാച്ചുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള ബാച്ചുകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. SBA POയും IBPS POയും ഓൾറെഡി തന്നെ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. നന്നായിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏറ്റവും വലിയ നാഷണലൈസ്ഡ് ബാങ്ക് ആയിട്ടുള്ള SBAയിലും അതേപോലെ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളിലും ജോലിക്ക് കയറാനായിട്ടുള്ള ഒരു സുവർണ അവസരമാണ്. വേക്കൻസീസ് ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ നമ്പർ ഉണ്ടല്ലോ 7736122215 എന്നുള്ള നമ്പറിലേക്കോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്, അതിൽ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങൾ ചോദിക്കാം.
അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക്